ശ്രേഷ്ഠ നാമം വാഴ്ത്തപ്പെടും. കർത്താവിന്റെ ശ്രേഷ്ഠ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഇന്ത്യയില്, കേരളത്തില് ഈ സന്ധ്യാസമയം മറ്റ് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ പ്ലാറ്റ്ഫോമില് ദൈവ വചനത്തോടുള്ള ആഗ്രഹവും ബഹുമാനവും നിമിത്തം ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. കർത്താവ് ഏവരെയും അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ജോയ്സ് സഹോദരിയോടുള്ള ദൈവനാമത്തിലുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. അവിടെ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ജേക്കബ് പാസ്റ്റർ, പ്രിയ ജോയ്സ് സിസ്റ്ററിന്റെ പിതാവ്, വളരെ നാളെ കർത്താവിന്റെ വേലയിൽ ശുഷ്കാന്തിയോടെ ആയിരുന്ന പാസ്റ്റർ KV ചാക്കോ അവറുകൾ, ഗാനങ്ങൾ ആലപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയ സഹോദരനും സഹോദരി, മധ്യസ്ഥ പ്രാർത്ഥനയില് പ്രാർത്ഥിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയ എല്ലാ പ്രിയപ്പെട്ടവരും, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങള്, പ്രായമുള്ളവര്, മാതാപിതാക്കള്, സഹോദരി സഹോദരങ്ങള്, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെക്കുറിച്ച് പ്രിയ ജോയ് സിസ്റ്റർ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നതേ ഇല്ല. സന്ദർഭവശാലൊക്കെ എവിടെയെങ്കിലും ദൈവവചന സംബന്ധമായിട്ട് എന്തെങ്കിലും പരിചയപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ വരുന്നു എങ്കിൽ മാത്രം ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കാം. കാരണം ദൈവവചനമാണ് ഏറ്റവും പ്രധാനമേറിയ വിഷയം. അത് മറ്റുള്ളവരിലേക്ക് എത്രയും ഭംഗിയായി, ലളിതമായി കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യമെന്ന് പറയുന്നത്. എനിക്കറിയാം, എന്നെക്കാട്ടിൽ വളരെയധികം ദൈവിക പരിജ്ഞാനവും എക്സ്പീരിയൻസും ഒക്കെയുമുള്ള എല്ലാ മറ്റ് പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കുന്നു. നിങ്ങളൊക്കെ അങ്ങനെയുള്ളവരാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പദവി എന്ന് പറയുന്നത്, തിരുവചനത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സുവിശേഷകനെന്ന്. ഫിലിപ്പ് ദ ഇവാഞ്ചലിസ്റ്റ്. ആ പദവി ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളതൊക്കെ അതിലും കുറഞ്ഞതെന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അറിയപ്പെടുവാൻ നിങ്ങളേവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ചുരുക്ക സമയമാണ് ദൈവം നമ്മുടെ മുമ്പിൽ നൽകി തന്നിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ഒരു സുവിശേഷ പ്രവർത്തനത്തെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇന്നത്തെ ഒരു ദിവസം എന്നാൽ കഴിവത് ഞാൻ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്തപ്പോൾ 100 കണക്കിന് ഇടങ്ങളിൽ ആ ലിങ്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. എൻ്റെ കെയർ ഓഫിൽ തന്നെ ഒരു 4 ഗ്രൂപ്പുകളുണ്ട്, പേഴ്സണൽ ഉണ്ട്. അവിടെയൊക്കെ അതിൽ 10-200 പേര് കുറയാതെങ്കിലും കാണും. അതിൽ ആരെങ്കിലും 2 പേരെങ്കിലും, ഇതൊരു ബിസിനസ് പോളിസിയാണ്, 2 പേരെങ്കിലും ഈ തിരുവചനം കേൾക്കുവാൻ മനസ്സ് കാണിക്കുകയും അവർ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ലക്ഷ്യം ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ നിറവേറിക്കൊണ്ടിരിക്കുന്നു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം എറിയുന്നതൊക്കെ അതിൻ്റെ പൂർണ്ണ ശക്തിയോടെ നമ്മുടെ കരങ്ങളിൽ നമുക്ക് കാണുവാൻ ഇടയായി തീരുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരും. പ്രൈസ് ഗോഡ്. ഞാൻ ആ ഒരു ഭാഗം അങ്ങനെ മാത്രമേ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഏവരെയും അധികമായിട്ട് ദൈവം സഹായിക്കുമാറാകട്ടെ. അവിടെയുള്ള ജോയ് സിസ്റ്ററിന്റെ അവിടെ ഉള്ള ആ ദൈവസഭയിൽ കടന്നു പോകുവാനും പ്രിയപ്പെട്ടവരെയൊക്കെ കാണുവാനും ശുശ്രൂഷിപ്പാനും കർത്താവ് എനിക്ക് പല സന്ദർഭങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. അതൊക്കെ നല്ല ഓർമ്മകൾ മാത്രമാണ് നൽകി തന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നാം ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ സമയത്ത്
ഒരു പക്ഷെ എന്നുണ്ടെങ്കിൽ അമേരിക്കയിലായിരിക്കുന്നവർ നല്ല രാവിലെ സമയം അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ആയിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ മോർണിംഗ്, ഇവിടെ ഈവനിങ്, ഇങ്ങനെ വിവിധമായ സമയങ്ങളിൽ സാഹചര്യങ്ങളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ അതിൽ നിന്ന് അല്പസമയം വേർതിരിച്ച് ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും സമയമില്ലായ്മയുടെയും ഒക്കെ നടുവിൽ നാം ഈ തിരുവചനം സംബന്ധിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ട് എന്ന് ഈ സന്ധ്യാസമയത്തൊന്ന് ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്കറിയാം, പ്രത്യേകിച്ച് വാഹനമൊക്കെ ഓടിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആണ് ഇതിൽ കൂടുതലും ആൾക്കാരെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തില് ഒരു 60 km/h അല്ലെങ്കിൽ ഒരു 80 km/h ഒരു വാഹനം ഓടിക്കുമ്പോൾ നമുക്കറിയാം അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കൈ ഒന്ന് വെളിയിലാകുകയാണെന്നുണ്ടെങ്കിൽ നല്ല ശക്തമായിട്ട് നമുക്കത് നമ്മുടെ കൈ പറക്കുന്നത് പോലെ തോന്നും. അതേസമയം തന്നെ അമേരിക്ക, കാനഡ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിലെ ഗ്ലാസ് അടച്ചിട്ടതിന് ശേഷം അവിടുത്തെ റോഡിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 120 km. അത് നമ്മൾ ചിലപ്പോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 140, 160 വരെയൊക്കെ ചിലപ്പോൾ പോകും. ആ സമയത്ത് ആ കാറിന്റെ ഗ്ലാസ് ഒന്ന് താഴ്ത്തുകയാണെങ്കിൽ പുറകിലിരിക്കുന്ന ടിഷ്യൂ ബോക്സ് ഒക്കെ പറന്നു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 250 km സ്പീഡിലുള്ള ടൈഫൂൺ അമേരിക്കയിലും മറ്റ് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലും അടിക്കുന്നത് നിങ്ങൾ നോക്കുമ്പോൾ വീടിന്റെ റൂഫുകളൊക്കെ പറന്നു പോകുന്നത്, പക്ഷി പോകുന്നത് പോലെ പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മള് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇപ്പോഴ് ഇരുന്ന് വളരെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഈ വചനം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്ന എത്ര കിലോമീറ്റർ സ്പീഡിലാണെന്നറിയാമോ? 1675 km/h നാം കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഭൂമിയുടെ റൊട്ടേഷൻ സ്പീഡാണ് ഞാൻ പറഞ്ഞത്, 1675 km. ഈ പ്രപഞ്ചത്തിലെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്പീഡിൽ കറങ്ങുന്ന ഗ്രഹം എന്ന് പറയുന്നത് ജൂപ്പിറ്റർ ആണ്. അത് 43,000 km/h ആണ്. 43,000 km/h. നാം വിളിച്ചപേക്ഷിക്കുന്ന, നാം ആരാധിക്കുന്ന ദൈവം ഈ ഭൂമി ഉൾപ്പെടെയുള്ള ഈ മഹാപ്രപഞ്ചത്തെ ഒരു വാക്കുകൊണ്ട് വിളിച്ചു വരുത്തിയവൻ ഇതിലെ സകല ഗോളങ്ങളെയും ഭൂമിയുടെയും ജൂപ്പിറ്ററിന്റെയും മാത്രം റൊട്ടേഷൻ സ്പീഡാണ് ഞാൻ പറഞ്ഞത് എങ്കിൽ കോടാനുകോടി ഗോളങ്ങളെ അതാതിന്റെ സ്ഥാനത്ത് ആക്കി വച്ചിരിക്കുന്നവൻ, അതാതിന്റെ ആകർഷണ വലയത്തിൽ അത് ചലിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും അതാതിന്റെ തീൻ കൊടുക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ, ഈ മഹാദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്, മഹത്വപ്പെടുത്തുന്നത്. അത് നാം വളരെയധികം നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കണം. ഏറ്റവും നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹം എന്താണെന്നറിയാമോ? ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഈ വചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാസ്തവത്തിൽ ഭാഗ്യവാന്മാരാ. എന്താണെന്നറിയാമോ? എൻ്റെ സൃഷ്ടിതാവായ ദൈവത്തെ തിരിച്ചറിയുവാൻ, അവൻ എൻ്റെ സൃഷ്ടിതാവെന്ന് തിരിച്ചറിയുവാൻ, ആ ദൈവം എനിക്കാരെന്നും ഞാൻ ആ ദൈവത്തിന് ആരെന്നും മനസ്സിലാക്കിക്കൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ആ ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ ദൈവം എനിക്ക് വിവേകം തന്നല്ലോ. ആ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കാൻ തക്കവണ്ണം ദൈവം എനിക്ക് ആരോഗ്യം തന്നല്ലോ. കാരണം അതിനുള്ള പരിജ്ഞാനം ദൈവം തന്നല്ലോ എന്ന് പറയുമ്പോൾ ആയിരിക്കും എല്ലാവർക്കും പിന്നെ അങ്ങനെ ബുദ്ധിയില്ലയോ? എത്രയോ പ്രിയപ്പെട്ടവര് നമുക്കറിയാമല്ലോ, പണ്ഡിതരായിട്ടുള്ളവർ, വിദ്യാഭ്യാസം കൂടിയവരൊക്കെ തങ്ങളുടെ സൃഷ്ടിതാവ് ആരെന്ന് തിരിച്ചറിയുവാൻ പോലും കഴിയാത്ത അന്ധകാരത്തിലായിരിക്കുമ്പോൾ, ഒന്നുമില്ലാത്ത ഏതുമില്ലാത്ത നമ്മെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനത്താൽ നിറച്ച് എൻ്റെ സൃഷ്ടിതാവ് ആരെന്ന് എനിക്ക് തിരിച്ചറിയുവാൻ വിവേകത്തെ തന്ന ദൈവത്തിന്റെ അനുഗ്രഹം, പ്രൈസ് ഗോഡ്, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവം എൻ്റെ ഉടയവൻ, എൻ്റെ ദൈവമെന്ന് എനിക്ക് തിരിച്ചറിയുവാനും ആ ദൈവത്തോട്
എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദിയുള്ളവനായിരിക്കാൻ വിവേകം തന്നതോർത്ത് നാം മറ്റുള്ളവരെക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കണം, ആരാധിക്കണം. നാം സമാധാനത്തോടെ ആയിരിക്കുമ്പോൾ മറുവശം നാം ഒന്ന് ചിന്തിക്കണം. ഇതേ സമയം ഇസ്രായേലില്, ഇറാനില്, ഗൾഫിന്റെ പ്രദേശങ്ങളിലായിരിക്കുന്നവര് ഉറക്കമില്ലാത്ത രാത്രികളാണ് അവർ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ ബോംബ് വീഴും, എപ്പോൾ എന്ത് സംഭവിക്കും എന്നറിയുന്നില്ല. ലോകത്തിന്റെ വിവിധയിടങ്ങളില് പ്രകൃതിക്ഷോഭങ്ങൾ, ജലപ്രളയം, ഭൂകമ്പം, ഇതുകൊണ്ടൊക്കെ മനുഷ്യൻ നട്ടം തിരിയുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ എത്രയോ കുഞ്ഞുങ്ങൾ ആഫ്രിക്കൻ കൺട്രികളിൽ പട്ടിണി കൊണ്ട് മരണപ്പെടുന്നു. അനിശ്ചിതത്വം നിറഞ്ഞ ഒരു ലോകത്തിലാണ് ദൈവം നമ്മെ സുരക്ഷിതമായി പരിപാലിക്കുന്നത്. നാം മറന്നു പോകരുത്, നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ ദൈവം യെശയ്യാ പ്രവചനത്തിൽ നമ്മുടെ ദൈവത്തെക്കുറിച്ച് ചില വിവരണങ്ങൾ കൊടുത്തിരിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് 40-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാകൊണ്ട് ആകാശത്തിന്റെ പരിണാമം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്യുന്നവൻ. മാത്രമല്ല, ആമോസ് 5-ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, കാർത്തികയും മകയത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസ്സിനെ പ്രകാശമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തിലെ വിളിച്ച് ഭൂതലത്തിന്മേൽ പരത്തുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പീൻ. യഹോവ എന്നാകുന്നു അവന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെയാണ് നാം ഇപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത്, മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിന്റെ വലിപ്പം, ശക്തി നാം ഒന്ന് തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് തന്ന കൃപയെ ഓർത്ത് ഒരിക്കൽ കൂടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യൂദായുടെ ലേഖനം 1-ാമത്തെ അധ്യായം, യൂദായുടെ ലേഖനം 1-ാമത്തെ വാക്യം ഞാൻ ഒന്ന് വായിക്കുന്നു. യൂദ 1-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. അതിന്റെ ആദ്യ സെന്റൻസ് മാത്രം ചിന്തിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗം ഞാൻ വായിച്ചപ്പോൾ ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, നാം ചില വചനങ്ങൾ നാം എടുക്കുമ്പോൾ ഇതിന്റെ ഇംഗ്ലീഷ് വിവർത്തനം അല്പം കൂടെ ആഴമേറിയ നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ ദാസൻ. യൂദ ഈ ലേഖനം എഴുതുന്നത് തന്നെ പിന്മാറ്റക്കാരെ സംബന്ധിച്ച് അവരെ തിരികെ കൊണ്ടുവരുന്നതിനും അവര് തിരികെ വന്നില്ലെങ്കിൽ അതിന്റെ ശിക്ഷാവിധിയെക്കുറിച്ച് ഉള്ള വാണിംഗും ഒക്കെ ആയിട്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ പ്രസക്തമായ ഭാഗം എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു മനുഷ്യവേഷം എടുത്ത് ജനിച്ചത് കന്യമറിയാമിൽ ജഡമെടുത്ത് ജനിച്ചതാണ്, നമുക്കറിയാം. എന്നാൽ യേശുക്രിസ്തുവിന് ശേഷം യോസഫിനും മറിയയ്ക്കും 4 ആൺമക്കളും സഹോദരിമാരും ഉണ്ടായിരുന്നത് വചനം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട യേശുവിൻ്റെ അമ്മയായ മറിയയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട സഹോദരന്മാരിൽപ്പെട്ട യൂദായാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. പലരും ഇന്നും ചിന്തിച്ചിരിക്കുന്നത് ഇസ്കറിയോത്ത യൂദായാണ് ഈ ലേഖനം എഴുതിയതെന്നൊക്കെ പലരും ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല. യേശുക്രിസ്തുവിന്റെ സ്വന്തം സഹോദരനായ യൂദ, യാക്കോബുണ്ട്, യൂദായുണ്ട്, യോസയുണ്ട്, ഇവരൊക്കെ ഉണ്ട്. അതില് യൂദായാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ യൂദായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യേശുവിനെ കുറിച്ച് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നാണ് പറയുന്നത്. തന്നെത്താൻ പരിചയപ്പെടുത്തുകയാണ്. താൻ ആര് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ലേഖനമാണ്
ഈ യൂദായുടെ ലേഖനം എന്ന് പറയുന്നത്. തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചതിൽ ഏറ്റവും വലിയ ഒരു പരാജയം അല്ലെങ്കിൽ ഒരു തോൽവിയാണ് അതിൻ്റെ മനസാക്ഷിക്കുത്ത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. കാരണം യേശുക്രിസ്തു മനുഷ്യാവതാരം എടുത്ത ബാല്യം മുതൽ അല്ലെങ്കിൽ ജനിച്ച സമയം മുതൽ ആ ഒരേ വീട്ടിൽ ചിരിച്ച് കളിച്ച് ഉണ്ട് ഉറങ്ങി ജീവിച്ച സ്വന്തം സഹോദരനായ യൂദ ഇവൻ ദൈവപുത്രനെന്ന് തിരിച്ചറിയുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല. ഇവരിൽ സഹോദരങ്ങൾ ആരും ചെയ്തില്ല, പ്രത്യേകിച്ച് യൂദായും അങ്ങനെ ചെയ്തില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം സ്വർഗാരോഹണത്തിനും ശേഷമാണ് യൂദയ്ക്ക് യേശു ദൈവപുത്രനെന്ന് ആത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് വളരെ ആഴത്തിൽ തിരിച്ചറിയുവാൻ ഇടയായി തീർന്നത്. തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു മനസാക്ഷിക്കുത്ത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു വിലാപം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്കായാലും ഉണ്ടാകാം. കാരണം എൻ്റെ കയ്യിൽ കിട്ടിയ സ്വർണ്ണക്കട്ടി ഇന്നതാണെന്ന് എനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ലല്ലോ, അത് ഇപ്പോഴെനിക്ക് വ്യക്തിപരമായി ആ യേശു എൻ്റെ അടുത്തില്ലല്ലോ, നല്ല അവസരങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് യൂദ തീർച്ചയായിട്ടും മനസ്താപം ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ ദാസൻ. ഇതേ വേദഭാഗം ഞാൻ ഒരു 2-3 ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാനൊന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുക. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ NLT-യിൽ പറഞ്ഞിരിക്കുന്നത്, ദിസ് ലെറ്റർ ഫ്രം ജൂഡ്, എ സ്ലേവ് ഓഫ് ജീസസ്. ന്യൂ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ NET-യിൽ പറഞ്ഞിരിക്കുന്നത്, ഫ്രം ജൂഡ്, എ സ്ലേവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് ബൈബിൾ CSB പറഞ്ഞിരിക്കുന്നത്, ജൂഡ്, എ സ്ലേവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇനിയും ഉണ്ട്, പല ഭാഗങ്ങളുമുണ്ട്, എല്ലാം ഞാൻ എടുക്കുന്നില്ല. ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് സ്ലേവ് എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്ലേവ് എന്ന വാക്ക് ഗ്രീക്കിൽ നിന്ന് വന്ന ഒരു പദമാണ്. അതിൻ്റെ ഗ്രീക്ക് പദം എന്ന് പറയുന്നത് ഡൗലോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. വാസ്തവത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന സെർവന്റ് എന്ന് പറയുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ദാസൻ എന്ന് പറയുന്ന വാക്കിന്റെ ഗ്രീക്ക് പദം എന്ന് പറയുന്നത് ഡയാക്കനോസ് എന്നാണ്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന, ഈ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് ഡൗലോസ് ആണ്. ഈ ഡൗലോസിന് അതിൻ്റെ പശ്ചാത്തലം അനുസരിച്ചാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഭാഗമാണ് നമുക്കിന്ന് സന്ധ്യാസമയത്ത് ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. ഈ ഡൗലോസിനെ സംബന്ധിച്ചിടത്തോളം 2 രീതിയിൽ ഇത് ഉപയോഗിക്കാം. അതായത് അടിമ, സ്ലേവ്, അടിമ. ഈ അടിമയെ സംബന്ധിച്ചിടത്തോളം ഡൗലോസ് എന്ന് പറയുന്നത് 2 രീതിയിൽ അടിമയാകാം. പഴയ നിയമകാലത്ത് അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് അടിമ കച്ചവടം നിലനിന്ന കാലത്തെക്കുറിച്ചുള്ള ഒരു അതിനു മുമ്പേ ഉള്ള ഒരു പശ്ചാത്തലമാണ് ഇതിന്റെ മുമ്പിൽ കടന്നു വരുന്നത്. ഡൗലോസ് എന്നത് അടിമയെ സൂചിപ്പിക്കുന്ന പദമാണ്. എന്നാൽ ഇവർ അല്ലെങ്കിൽ ഒരു അടിമ എങ്ങനെ അടിമയായി തീർന്നു എന്നുള്ളത് 2 പശ്ചാത്തലത്തിലാകാം. ആ കാലഘട്ടത്തിൽ കൂടുതലും അടിമകൾ ആയിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരോ, അല്ലെങ്കിൽ കടൽ കൊള്ളക്കാർ പിടിച്ചുകൊണ്ട് പോകുന്നവരോ, അല്ലെങ്കിൽ നമ്മൾ തിരുവചനത്തിൽ വായിച്ചിട്ടുണ്ട്, കടം ബാധിക്കുന്ന സമയത്ത് മക്കളെ പിടിച്ചുകൊണ്ട് പോവുക, വീട്ടിലുള്ളവരെ പിടിച്ചുകൊണ്ട് പോവുക, അങ്ങനെയും അടിമകളാകാം. അങ്ങനെ ഒരു രീതിയിൽ അടിമകളാകാം. എങ്ങനെയായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ അടിമകൾ 2 വിധത്തിലുണ്ട്. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, ആ ഭാഗം ഞാൻ എടുത്ത് വായിക്കാം. ഒന്ന്, നിർബന്ധിതമായിട്ട് സേവിക്കുവാനായിട്ട് വിലയ്ക്ക് വാങ്ങിയ അടിമകൾ. പിന്നീട് വേറൊരു വിഭാഗമുണ്ട്, സമർപ്പണത്തിലൂടെ, സ്വമേധയാ അവർ സമർപ്പണത്തിലൂടെ അടിമകളായി തീർന്നവർ. ആ ഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. പുറപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിന്റെ, പുറപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിന്റെ 2 മുതലുള്ള ഭാഗങ്ങൾ ഞാൻ പെട്ടെന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ.
ഒരു എബ്രായദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ 6 സംവത്സരം സേവിച്ചിട്ട് 7-ാം സംവത്സരത്തിൽ അവൻ ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പോയിക്കൊള്ളട്ടെ. ഏകനായി വന്നുവെങ്കിൽ ഏകനായി പോകട്ടെ. അവന് ഭാര്യ ഉണ്ടായിരുന്നുവെങ്കിൽ ഭാര്യയും അവനോടുകൂടെ പോകട്ടെ. അവന്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനൻ ഇരിക്കണം. അവൻ ഏകനായി പോകണം. അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. എന്നാൽ ദാസൻ ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് കതകിന്റെയോ കട്ടിളക്കാലിന്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവന്റെ കാത് കുത്തിത്തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. There the word used doulos, എന്നേക്കും, അവൻ എന്നേക്കും എന്നുള്ള ആ പദം, ഗ്രീക്ക് പദം അവിടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവൻ എന്നേക്കും അവന് ദാസനായിരിക്കും. നോക്കുക, ഞാൻ പറഞ്ഞല്ലോ 2 രീതിയിലുള്ള ദാസന്മാരുണ്ട്. ഒന്ന്, വിലയ്ക്ക് വാങ്ങിയ അടിമ അവനെ നിർബന്ധിച്ച് യജമാനന് ലാഭമുണ്ടാക്കുവാൻ തക്കവണ്ണം അവനെ കൊണ്ട് ജോലി ചെയ്യിക്കും. വേറൊന്ന്, അതേ അടിമ തന്നെ യജമാനന്റെ സ്നേഹവും ആ വീട്ടിലുള്ള അവനോടുള്ള പെരുമാറ്റവും കൊണ്ട് അവൻ ആ വീടിന്റെ ഒരംഗമായി മാറി അവൻ സ്വമേധയാ യജമാനന് അടിമയായിത്തീരുന്നു. 2ന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലായല്ലോ. ഇനിയും ഈ അടിമകൾക്ക് സ്വതന്ത്രമായ ഒരു അനുഭവമുണ്ട്. അതുകൂടെ വായിച്ചിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പെട്ടെന്ന് തിരികെ വരാം. ലേവ്യ പുസ്തകം 25-ാമത്തെ അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ ലേവ്യ പുസ്തകം 25-ാമത്തെ അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ 7 ശബത്തുണ്ടായ 7 സംവത്സരം എണ്ണയണം. അങ്ങനെ 7 ശബത്തുണ്ടായാൽ 49 സംവത്സരം കഴിയണം. അപ്പോൾ 7-ാം മാസം 10-ാം തീയതി മഹാധ്വനി കാഹളം ധ്വനിപ്പിക്കണം. പാപപരിഹാര ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് എല്ലായിടവും കാഹളം ധ്വനിപ്പിക്കണം. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് കടന്നു വരാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു പശ്ചാത്തലത്തിലുള്ള അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ അടിമയായി പിടിക്കപ്പെട്ടാൽ കൊണ്ടുവന്നാൽ, പ്രൈസ് ഗോഡ്, അവൻ അന്ന് തൊട്ട് ഇപ്പൊ നമ്മൾ വായിച്ച ലേവ്യ പുസ്തകത്തിലെ കണ്ടീഷൻ അനുസരിച്ച് അവൻ അന്ന് തൊട്ട് 50-ാം സംവത്സരത്തിന്റെ അല്ലെന്നുള്ള യോബേൽ സംവത്സരത്തിനായിട്ട് നോക്കിയിരിക്കുക. കാരണം അന്ന് അവന് സ്വാതന്ത്ര്യം കിട്ടും. പ്രൈസ് ഗോഡ്. അതുവരെ മനസ്സോടെ ആണെന്നുണ്ടെങ്കിൽ യജമാനന്റെ നിർബന്ധത്തിനനുസരിച്ച് അവിടെ സേവിച്ചുകൊണ്ട് കഴിയുക. വേറൊന്നിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു യജമാനന്റെ അധീനതയിൽപ്പെട്ട ഒരുവൻ ആ യജമാനന് തന്നോടുള്ള സ്നേഹവും ആ വീട്ടിൽ തനിക്ക് കിട്ടുന്ന മാന്യത നിമിത്തം അവന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും അവനെ സ്വതന്ത്രനായി വിടാൻ നിയമം അനുവദിക്കുന്നു എങ്കിൽ പോലും അവൻ പറയുകയാണ്, എനിക്ക് യോബേൽ സംവത്സരം വേണ്ട, എനിക്കൊരു 10 വർഷം കൂടെ കിട്ടിയെന്ന് പറഞ്ഞാലും എനിക്ക് ഇതേ യജമാനനെ സേവിക്കണം. ഞാൻ പുറത്തു പോകുവാനല്ല, ഞാൻ ഇവിടെ ഈ യജമാനെ സേവിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിന്റെ പ്രത്യേകതകൾ അങ്ങനെ ഡൗലോസ്, ഞാൻ ആ പദം വീണ്ടും ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആ പദത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഓർമ്മയിൽ വെക്കണം. ഡൗലോസ് എന്ന് പറയുമ്പോൾ സ്വമേധയാ യജമാനന് അടിമയായി തീർന്നവനാണ്. ആ പദത്തിന് ഞാൻ ഉപയോഗിക്കുമ്പോൾ ആ അർത്ഥത്തിൽ വേണം അതിനെ കാണുവാൻ. ഒന്നാമത്തെ അവന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവൻ തന്നെ മറ്റൊരു പരപ്രേരണ കൂടാതെ സ്വയമായി തിരഞ്ഞെടുക്കുന്ന ഒരു തീരുമാനമാണ്, ഞാൻ എൻ്റെ യജമാനനെ സേവിക്കുക. പ്രൈസ് ഗോഡ്. ഈ യജമാനന്റെ കൂടെ അല്ലാതെ എനിക്കിനി വേറെ ഒരു യജമാനൻ വേണ്ട. പ്രൈസ് ഗോഡ്. അവന്റെ അടിമത്വത്തിന് എനിക്ക് ഒരു പ്രൗഡ് അല്ലെന്നുണ്ടെങ്കിൽ അഭിമാനം കൊള്ളുന്നവനാണ് എന്ന്
തീരുമാനിക്കുന്നവനാണ് പ്രൈസ് ഗോഡ് ഡൗലോസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രത്യേകതയാണ് അവൻ പരപ്രേരണ കൂടാതെ സ്വയമായി തീരുമാനമെടുത്ത് യജമാനനെ സേവിക്കുകയും യജമാനന്റെ കൂടെ നിൽക്കുകയും ചെയ്യുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സ്തോത്രം, സ്വയം തീരുമാനമെടുത്ത ആ പദമാണ് യൂദ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വേറെ പ്രേരണ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ പ്രലോഭനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തോ പറയുന്നേ ശക്തി പ്രേരണ കൊണ്ടോ രാഷ്ട്രീയ പ്രേരണ കൊണ്ടോ സമ്പത്തിന്റെ പ്രേരണ കൊണ്ടോ ഞാൻ ക്രിസ്ത്യാനിയാകുകയോ യേശുവിന്റെ ശിഷ്യനാകുകയോ ഞാൻ യേശുവിനെ ആരാധിക്കുകയോ യേശുവിനെ ശുശ്രൂഷിക്കുകയോ ചെയ്യുകയല്ല. പ്രത്യേകാൽ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് പെന്തക്കോസ്ത് അനുഭവത്തിൽ കടന്നു വന്നവരാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എങ്കിൽ നിങ്ങളൊരു പെന്തക്കോസ്തുകാരൻ, ഞാനൊരു പെന്തക്കോസ്തുകാരൻ എന്ന് അഭിമാനിക്കുവാൻ കഴിയുമോ? ഈ ഡൗലോസിനെ പോലെ ഒരു നല്ല യജമാനനെ സേവിച്ചുകൊണ്ട് ജീവിതാന്ത്യം വരെ എന്നേക്കും ഇവന്റെ അടിമയായിരിക്കാൻ പ്രൈസ് ഗോഡ് നാം സ്വമേധയാ തീരുമാനമെടുത്തവരാണോ? ഹല്ലേലൂയ. അതാണ് യഹൂദ പറയുന്നത്, ഞാൻ സ്വമേധയാ തീരുമാനമെടുത്തവനാണ്, ക്രിസ്തുവിന്റെ ദാസനായി അടിമയായിരിക്കാൻ ഞാൻ എന്നും എന്നേക്കും ആഗ്രഹിക്കുന്നവനാണ്. ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അവന് പോകുവാൻ സാധ്യതയുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ആണ്. 1, 7 സംവത്സരം കഴിയുമ്പോൾ സ്വതന്ത്രനായി വിടാം. 2, യോബേൽ സംവത്സരത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, പോകാം. എന്നാൽ ഈ പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ യൂദ പറയുകയാണ്, എനിക്ക് സാധ്യതകൾ ഉണ്ടെങ്കിലും ഞാനൊരു ബോണ്ട് സെർവന്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്നേക്കും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ അടിമയായിരിക്കുന്നത് കൊണ്ട് അവനുമായിട്ട് ഞാൻ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് മരണം വരെയും ആ ഉടമ്പടിയിൽ ഞാൻ നിലനിൽക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇനിയും വേറൊരു കാര്യം പറഞ്ഞാൽ, ഈ ഡൗലോസ് എന്ന് പറയുന്ന ഈ അടിമയെ മറ്റുള്ള അടിമകളിൽ നിന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും? അവർക്കൊരു പ്രത്യേകതയുണ്ട്. അതാണ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചത്. അവന് പോകുവാൻ അനുവാദമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ സ്വതന്ത്രനാണ്, എന്നിട്ടും അവൻ പറയുകയാണ്, ഞാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ യജമാനെ സേവിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഞാൻ നിൽക്കും എന്ന് പറയുമ്പോൾ അവനെ ആലയത്തിൽ കൊണ്ടുവന്ന് ഉമ്മരപ്പടിയോട് ചേർത്ത് അവന്റെ കാത് കുത്തിത്തിളക്കണം. അതാണ് പ്രൈസ് ഗോഡ് അവന് ഒരു ഡൗലോസ് ആണ് എന്നുള്ളതിന്റെ അടയാളം എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. മറ്റുള്ളവർ കാണുമ്പോൾ, ഇവന്റെ കാത് കുത്തിത്തുളച്ചിരിക്കുന്നത് കാണുമ്പോൾ, ഒരു സാധാരണ അടിമയെ സംബന്ധിച്ചിടത്തോളം മൃഗത്തെ പോലെ കയറിട്ടോ ചെയിനിട്ടോ മാർക്കറ്റിൽ കൊണ്ടുപോകുന്നു. എന്നാൽ ഇവൻ സ്വതന്ത്രനായി പോയെന്ന് പറഞ്ഞാലും ഇവൻ ആരുടെയോ കാത് തുളയ്ക്കപ്പെട്ട അടിമയാണ്. ഇവൻ ആ യജമാനനെ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് ലോകത്തിന് തിരിച്ചറിയുവാൻ കഴിയും. അവന്റെ പ്രത്യേകതയാണ്. അവൻ ഒരു ചൂടടയാളമുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഒരു കാര്യം ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. യേശു ക്രിസ്തുവിന്റെ കാലത്ത് നിക്കോദേമോസ് യേശുവിന്റെ അടുത്ത് രഹസ്യത്തിൽ ചെന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. ഇന്നും വാസ്തവത്തിൽ കാതു തുളയ്ക്കപ്പെട്ടവരായിട്ട് ലോകത്തിന്റെ മുമ്പിൽ സാക്ഷ്യം പറയുവാനുള്ള ധൈര്യവും അതിനുള്ള ആർജവും ഒരു പെന്തക്കോസുകാരായ നമുക്കുണ്ടോ? അതോ നിക്കോദേമോസിനെ പോലെ തലയിൽ മുണ്ടിട്ടുകൊണ്ടാണോ ഇന്നും രഹസ്യ പെന്തക്കോസുകാരായിട്ടാണോ നാം ജീവിക്കുന്നത്? എങ്കിൽ വാസ്തവത്തിൽ ഡൗലോസ് എന്ന് പറയുമ്പോൾ യേശുവിനെ സ്നേഹിക്കുകയല്ല, വാസ്തവത്തിൽ യേശുവിന് വേദനയുണ്ടാകും. കാരണം ഞാൻ അവന്റെ അടിമ എന്ന് പറയുന്നത് അഭിമാനത്തോടെ അല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് വേദനാജനകമാണ്. നമുക്കറിയാം, നമുക്ക് തലമുറകളുണ്ട്. ആ തലമുറകള്
നമ്മെ മാതാപിതാക്കൾ എന്ന് പറയുവാൻ അഭിമാനിക്കുന്നില്ല എങ്കിൽ മാതാപിതാക്കളായ നമുക്ക് എത്ര ദുഃഖമുണ്ടാകും. അതുപോലെ തന്നെയാണ് ഇന്നും രഹസ്യ പെന്തക്കോസുകാര് യൂദായെ സംബന്ധിച്ചിടത്തോളം അത് വെളിപ്പെടുത്തുന്നത്. അർഹത ഉണ്ടായിരുന്നിട്ടും പോകാതെ യജമാനെ സേവിച്ചുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഡ്യൂലോസിനെയാണ് ദൈവത്തിന് വേണ്ടത്. നമ്മുടെ നിലവാരം എങ്ങനെയുണ്ട് പ്രിയപ്പെട്ടവരെ? പ്രൈസ് ഗോഡ്. ഒന്ന്, നിർബന്ധത്താൽ സേവിക്കുന്നു. നമുക്കറിയാം പല പുസ്തകങ്ങളല്ലെന്നുണ്ടെങ്കിൽ മിസ്രൈമിൽ തന്നെ അടിമകളായിരുന്നവരെ നിർബന്ധിച്ചാണ് അവരെ കൊണ്ട് അടിമവേല ചെയ്യിച്ചു കൊണ്ടിരുന്നത്, അല്ലേ? എന്നാൽ സ്വമേധയാ ഡൗലോസ് അല്ലെന്നുണ്ടെങ്കിൽ അടിമയായി സ്വമേധയാ തീരുമാനമെടുത്ത് യജമാനന് സമർപ്പിക്കപ്പെട്ടവരായി അടിമ ആയിരിക്കുന്നവരെയാണ് ഡൗലോസ് എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥന്റെ ഉടമസ്ഥാവകാശത്തിൽ അഭിമാനിക്കുന്നവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. തിരുവചനത്തിന്റെ അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ, പത്രോസ്, യാക്കോബ്, പൗലോസ്, ജൂദ, ഇവരുടെയൊക്കെ ലേഖനങ്ങളിൽ അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ ചെല്ലുമ്പോൾ പ്രാരംഭ ഭാഗത്തു തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഇതേ ഡൗലോസ് തന്നെയാണ് അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ദാസൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നേക്കുമായിട്ട് യേശു ക്രിസ്തുവുമായിട്ട് കരാറിൽ സമർപ്പിക്കപ്പെട്ട, സ്വമേധയാ സമർപ്പിക്കപ്പെട്ട ഒരടിമയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഇവിടെ യൂദ പറഞ്ഞിരിക്കുന്നത്, ഞാൻ യേശു ക്രിസ്തുവിന്റെ ദാസൻ. ഹല്ലേലൂയ. വളരെ അഭിമാനത്തോടു കൂടെയാണ് അദ്ദേഹം അത് പറയുന്നത്. കാരണം സ്വമേധയാ താൻ സമർപ്പിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ബലപ്രയോഗത്തിൽ കൂടെ അല്ല, സ്വയമായിട്ട് കർത്താവിനെ സേവിപ്പാൻ സമർപ്പിക്കപ്പെട്ടവരാണ്. വേറൊരു കാര്യം, ഇത് യഹൂദ പ്രമാണമനുസരിച്ച് വാസ്തവത്തിൽ ഇത് ഈ കാതു തുളയ്ക്കുക എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ്, അല്ലെങ്കിൽ ഈ അടിമയും ആ യജമാനനും തമ്മിലുള്ള ഒരു എഗ്രിമെന്റിലാണ് അവിടെ പ്രവേശിക്കുന്നത്. നമുക്കത് കാണുവാൻ കഴിയും. അവൻ പറയുകയാണ്, ഞാൻ പോകുന്നില്ല, നിനക്ക് പോകാമെന്ന് പറയുന്ന സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ വിടുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നപ്പോഴും അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ യജമാനെ സേവിച്ച് ആജീവനാന്തം എന്നേക്കും, പ്രൈസ് ഗോഡ്, ഞാൻ നിന്നോടുകൂടെ ഇവിടെ തന്നെ ആയിരിക്കുമെന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അത് നിർബന്ധത്താലല്ല, ഇത് വാസ്തവത്തിൽ ഒരു എഗ്രിമെന്റിലാണ് ചെന്ന് പ്രവേശിക്കുന്നത്. ഇത് തിരിച്ചറിയുന്നത് അതിൻ്റെ ഒരു അടയാളമാണ് ഈ കാത് കുത്തിത്തുളച്ചിരിക്കുന്നത്. ഈ ചൂടടയാളമാണ് പൗലോസ് വഹിച്ചത്. അവന്റെ അടിമത്വത്തിന്റെ തെളിവെന്ന് പറയുന്നത് താൻ സുവിശേഷം അഭിമാനത്തോടെ, ഞാൻ സുവിശേഷം അറിയിക്കുന്നു എന്ന് അഭിമാനത്തോടെ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നിട്ടുള്ളത്. പ്രൈസ് ഗോഡ്. വേറൊന്ന്, ഈ ഡൗലോസ് തൻ്റെ ഐഡന്റിറ്റി, പ്രൈസ് ഗോഡ്, അല്ലെങ്കിൽ വ്യക്തിത്വം, അവൻ ഒരിക്കൽ സ്വമേധയാ ഈ യജമാനന് അടിമയായി സമർപ്പിക്കപ്പെട്ട നിമിഷം മുതൽ അവനൊരു വ്യക്തിത്വമില്ല. അവൻ തൻ്റെ വ്യക്തിത്വത്തിൽ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നുമില്ല. പ്രൈസ് ഗോഡ്. പിന്നെ എനിക്ക് എന്തെങ്കിലും വ്യക്തിത്വം ഉണ്ടെങ്കിൽ എൻ്റെ യജമാനന്റെ വ്യക്തിത്വത്തിൽ മാത്രമാണ് ഞാൻ അറിയപ്പെടാതിരുന്നത്. കാരണം അവനെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നു, അവൻ എന്നെ അത്രയ്ക്ക് കരുതുന്നു, അവൻ എനിക്ക് വേണ്ടി ഞാനൊരു അടിമയെന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ഫിസിക്കലി ഞാനൊരു അടിമയെന്ന് ഓർക്കാതെ വണ്ണം എനിക്ക് വേണ്ടി സകലവും ഹല്ലേലൂയ ചെയ്തു തരുന്നവൻ. എനിക്ക് അവന്റെ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് അവന്റെ വീട്ടിൽ എല്ലാ നന്മയും ഞാനൊരു അടിമ എന്നുള്ളതിനേക്കാൾ അധികമായി ഞാൻ സമർപ്പിക്കപ്പെട്ടതിനാൽ അവൻ എന്നെ മാനിക്കുന്നത് ഒരു യജമാനാണ്. അതുകൊണ്ട്
ആ യജമാനെ സംബന്ധിച്ചിടത്തോളം, തന്നെത്താൻ സമർപ്പിക്കപ്പെട്ട അടിമയെ സംബന്ധിച്ചിടത്തോളം, ഇവൻ എൻ്റെ കണ്ണിന്റെ കൃഷ്ണമണിയാണ്. ഹല്ലേലൂയ. ഇവനെ തൊടുന്നവൻ എന്നെ തൊടുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ, ഹല്ലേലൂയ, സ്തോത്രം, നാം ദൈവത്തിന് പ്രയോജനപ്പെട്ടവരല്ലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, നാം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അവനെ കർത്താവ് നമ്മെ കണ്ണിന്റെ കൃഷ്ണമണി പോലെയാണ് നമ്മെ കരുതുന്നത്, പരിപാലിക്കുന്നത്. സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വേറൊന്ന് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൗലോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഡൗലോസ് ആയി കഴിയുമ്പോൾ യജമാനന്റെ വകയായിട്ട് ഞാൻ മാറുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ അനാഥനല്ല, എനിക്കൊരു ഉടമസ്ഥനുണ്ട് എന്നുള്ള ബോധ്യം ഞാൻ സ്വമേധയാ യേശുക്രിസ്തുവിന് അല്ലെങ്കിൽ യജമാനന് ഞാൻ അടിമയായി സമർപ്പിച്ചു കഴിയുമ്പോൾ, എനിക്കൊരു ഉടയവനുണ്ട്, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ഒരു ദൈവമുണ്ട്, അവന്റെ പരിപാലനത്തിലാണ് ഞാൻ എന്ന് നമുക്കൊരു ബോധ്യം അല്ലെങ്കിൽ ഈ ഡൗലോസിന് ഉണ്ടാകും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആരെങ്കിലും നിങ്ങളെ തൊട്ടാല് എൻ്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാണ് എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. പ്രൈസ് ഗോഡ്. മാത്രമല്ല, ഈ ഡൗലോസ് കാത് കുത്തിത്തുളച്ച് എന്നേക്കുമായിട്ട് ഈ യജമാനന്റെ അടിമത്വത്തിൽ അടിമയായി വസിക്കുവാൻ അവൻ തന്നെത്താൻ സമർപ്പിച്ചു കഴിഞ്ഞ സമയത്ത് അവൻ ആ കുടുംബത്തിലെ ഒരംഗമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇനി അവൻ വാസ്തവത്തിൽ ഒരു വേലക്കാരനല്ല, അവൻ ആ കുടുംബത്തിലെ ഒരു അംഗമാണ്. അതിന്റെ തെളിവാണ് പഴയ നിയമത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഏലിയാസറിനെ ഇസഹാക്ക് ദാസനായിട്ട് ഡൗലോസായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ, തന്റെ സ്വന്തം മകനായ ഇസഹാക്കിന് ഒരു ഭാര്യ എടുക്കുവാൻ വിട്ടതാരെയാണെന്ന് അറിയാമോ? ഇതേ ഏലിയാസറിനെ, ഇതേ ദാസനെ, ഇതേ ഡൗലോസിനെയാ വിട്ടത്. എന്ന് പറഞ്ഞാൽ, ആ വീട്ടിൽ താൻ അറിയാതെ, ഈ അടിമ അറിയാതെ ഒരു രഹസ്യമില്ല. സകലവും അവൻ ആ വീട്ടിൽ സ്വാതന്ത്ര്യം മാത്രമല്ല, സകല സീക്രട്ടുകള് അല്ലെങ്കിൽ രഹസ്യങ്ങളും ഈ ദാസനെ അറിയിക്കുന്ന പദവിയിലേക്ക് അവൻ ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഈ ഡൗലോസായി തീർന്ന ഈ അടിമ, ഈ ദാസൻ, അവൻ ആ യജമാനെ സേവിക്കുന്നത് ജോലിക്ക് വേണ്ടിയോ കൂലിക്ക് വേണ്ടിയോ അല്ല. പ്രൈസ് ഗോഡ്. ആത്മാർത്ഥതയിൽ നിന്നാണ്, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാണ് അവൻ ഡൗലോസായി മാറിയപ്പോൾ, ഹല്ലേലൂയ, യജമാനെ സേവിക്കുന്നത്. പ്രൈസ് ഗോഡ്. മറ്റടിമകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, 50 സംവത്സരമാകുമ്പോൾ യഹൂദ പ്രമാണം അനുസരിച്ച് അവരെ വിട്ടയക്കണം. പോകേണ്ടവർക്കൊക്കെ പോകാം. അങ്ങനെ ഒരു കൂട്ടം ദാസന്മാരുണ്ട്, അല്ലെങ്കിൽ അടിമകളുണ്ട്. ഈ യോബൽ വർഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എങ്ങനെയെങ്കിലും അതൊന്ന് എത്തിച്ചേർന്നാൽ മതി, അവർക്ക് സ്വതന്ത്രമായിട്ട് പോകുവാൻ ഇടയായിത്തീരുന്നു. അപ്പോ അവരുടെ ആത്മാർത്ഥത എത്രയുണ്ട്. എന്നാൽ ഡൗലോസ് ആയ അടിമ അല്ലെങ്കിൽ സ്ലേവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? ദൈവമേ, എനിക്ക് ഒരു 10 വർഷം കൂടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു തന്നാൽ തീർച്ചയായിട്ടും എനിക്ക് ഈ യജമാനനെ കുറച്ചുകൂടെ സേവിക്കുവാൻ കഴിയും, അവന്റെ സ്നേഹം എനിക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറയുവാൻ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1:2-21 എന്ന് എനിക്ക് തോന്നുന്നത്, പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലാഭത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ആ ഒരു വേർഡ്, ലാഭം എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ ഉണ്ടല്ലോ, അതൊരു വലിയ അസസ്മെന്റ് ആണ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു അസസ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ, ഈ ലാഭം വരണമെന്നുണ്ടെങ്കിൽ ഇൻകം നമുക്കുണ്ടായിരിക്കണം,
എക്സ്പെൻസും ഉണ്ടായിരിക്കണം. ഫൈനാൻഷ്യൽ ഇയറിന്റെ ലാസ്റ്റിൽ 31 മാർച്ചിൽ നമ്മളൊക്കെ ചെയ്യാറുള്ള ഒരു കാര്യം, അല്ലെന്നുണ്ടെങ്കിൽ വ്യവസായം ചെയ്യുന്നവരൊക്കെ ചെയ്യാറുള്ളതാണ്. ടോട്ടൽ ഇൻകം എത്ര, ടോട്ടൽ എക്സ്പെൻസസ് എത്രയാണ്, അവിടെ അറിയാം ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത്. തിരുവചനം പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കർത്താവ് നിന്റെ ജീവിതത്തെ നോക്കിയപ്പോൾ ഈ ക്രിസ്തീയ ജീവിതത്തിനകത്ത് കഴിഞ്ഞ കാലത്തിൽ നിനക്കുണ്ടായ ഇൻകം, കർത്താവിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹവും, നീ കർത്താവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ചെലവഴിച്ചതും നോക്കുമ്പോൾ ദ ഇൻകം ആൻഡ് ദ എക്സ്പെൻസ് താഴെ നോക്കിയപ്പോൾ യെസ്, ഇവൻ ഒരു ബെനിഫിറ്റ് ആണ്, ദൈവരാജ്യത്തിന് എനിക്കൊരു ബെനിഫിറ്റ് ആണെന്ന് ദൈവത്തിന് ബോധ്യമാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആ പൗലോസ് പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമായി ദൈവസന്നിധിയിൽ അവൻ എത്തിച്ചേരുവാൻ തക്കവണ്ണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാലാകാലങ്ങളിൽ ഭക്തന്മാരെ ദൈവസന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കുന്നത്, ഭക്തമതിമാരെ ഈ ലോകത്തിൽ നിന്ന് തന്റെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കുന്നത്. സ്തോത്രം, പ്രൈസ് ഗോഡ്. അങ്ങനെയാണ് ഡൗലോസ് യജമാനന്, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സമർപ്പണ ബോധത്തോടുകൂടെ ഹല്ലേലൂയ, സ്തോത്രം, അടിമയായിരിക്കുന്നവൻ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അടുത്ത പദത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ഞാൻ ക്രിസ്തുവിന്റെ ദാസൻ ഡൗലോസ്, നിർബന്ധത്താലല്ല, സ്വയ സമർപ്പണത്തോടുകൂടെ എന്നുമെന്നും ഞാൻ ക്രിസ്തുവിന്റെ അടിമയായിരിക്കാൻ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതെനിക്ക് അഭിമാനമാണ്. എന്റെ ഐഡന്റിറ്റി, ഞാൻ ആരെ സേവിക്കുന്നുവോ അവനാണ് എന്റെ ഐഡന്റിറ്റി. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് അവന്റെ സന്നിധിയിൽ എന്നെ അറിയിക്കാതെ ഒന്നും ഇരിക്കുകയില്ല. അവന്റെ രഹസ്യങ്ങളുടെ കലവറ എനിക്ക് തുറന്നിട്ടിരിക്കുക. ഞാനിനി വെറും ഒരു വേലക്കാരനല്ല, ഞാനിനി ഭവനത്തിന് പുറത്തുള്ളവനല്ല, ദൈവഗ്രഹത്തിന് അകത്തുള്ളവനാണ്. എന്നെ അത്രയധികം സ്നേഹിക്കുകയും മാനിക്കുകയും എന്നെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ദാസനാണ് ഞാൻ. സ്തോത്രം. അടുത്ത പദത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് എനിക്കത് തീർക്കണമല്ലോ. സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദാസനും യാക്കോബിന്റെ സഹോദരനുമായ, ഹല്ലേലൂയ, സ്തോത്രം. ഇതുവരെ ഡൗലോസായ യൂദ പറയുകയാണ്, ഞാൻ എന്തുകൊണ്ട് ഡൗലോസായി, എങ്ങനെയായിരുന്നു, എന്താണ് എൻ്റെ ദ മോട്ടിവേഷൻ, അല്ലെങ്കിൽ വാട്ട്സ് ദ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇപ്പൊ പറയുകയാണ്, ഞാൻ യാക്കോബിന്റെ സഹോദരനൂടെയാണ്. ഹല്ലേലൂയ. അവിടെ വന്നപ്പോൾ ഈ ഡൗലോസായ അടിമയായ യൂദ പറയുകയാണ്, എനിക്ക് അതേ സമയം തന്നെ എൻ്റെ സഹോദരനോട് ഒരു ബന്ധമുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. ക്രിസ്തുവിനെ ഞാൻ അടിമയായി സ്നേഹിക്കുന്നത്, ലോകം തിരിച്ചറിയുന്നത് ഞാൻ എൻ്റെ കൂട്ടു സഹോദരനെ, ഹല്ലേലൂയ, സ്തോത്രം, സ്നേഹിക്കുമ്പോഴാണ്. പ്രൈസ് ഗോഡ്. ലോകം നമ്മെ കാണുമ്പോൾ നാം നമ്മുടെ സഹോദരന്മാരോടുള്ള പെരുമാറ്റം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നത് എങ്ങനെയുണ്ട്, നാം സമാധാനത്തോടെ സുഭിക്ഷത്തോടെ വളരെ സുരക്ഷിതത്വത്തോടെ കഴിയുമ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ സമശിഷ്ടങ്ങൾ പലരും സമാധാനമില്ലാത്തവരായിട്ട്, രോഗികളായിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ അയൽവക്കത്തുള്ളവരെ കുറിച്ച് നമുക്കൊരു ഒരു ഉത്തരവാദിത്വം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളാണെന്ന് പറഞ്ഞിട്ട്, പ്രൈസ് ഗോഡ്, നാം ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും പോയി നാം ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ച് വീട്ടിൽ തിരിച്ചു വരുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ അയൽവക്കത്തുള്ളവരെ കുറിച്ച് നമുക്കൊരു ഹല്ലേലൂയ തിരിച്ചറിവ് വേണം. അവരേത് ജാതിക്കാരാകട്ടെ, ഏത് സമുദായക്കാരാകട്ടെ, ഏത് കളറുള്ളവരാകട്ടെ, ഏത് ഹല്ലേലൂയ, സ്തോത്രം, അവസ്ഥയിലുള്ളവരാകട്ടെ, നമ്മുടെ സ്വന്തം സഭയിലുള്ളവരെ പോലും നാം പരിഗണിക്കാറുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന അനേക പ്രിയപ്പെട്ടവര്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾക്കൊക്കെ ഹല്ലേലൂയ കർത്താവിനെ, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനിപ്പാൻ ഒരു നല്ല അവസരം വരികയാണ്. ഈ ജൂൺ 1-ാം തീയതി ഹല്ലേലൂയ കേരളത്തിലെ സകല സ്കൂളുകളും, ഇന്ത്യയിലോ കേരളത്തിലെ സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അയൽവക്കത്തുള്ള കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുവാൻ അവർക്ക് അതിനുള്ള മാർഗമുണ്ടോ എന്ന് നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കാറുണ്ടോ? നാം തിരക്കാറുണ്ടോ? നമ്മുടെ അയൽവക്കത്തുള്ള വീടുകളിലൊക്കെ കഞ്ഞി വെക്കാറുണ്ടോ എന്ന് നമ്മളൊന്ന് തിരക്കാറുണ്ടോ? പ്രൈസ് ഗോഡ്. അവരേത് ജാതിയിൽപ്പെട്ടവരാകട്ടെ, ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, പ്രൈസ് ഗോഡ്, കർത്താവ് മതമല്ല പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിന്റെ ഡൗലോസ് ആകുന്നത് കൊണ്ട്
ഹല്ലേലൂയ സ്തോത്രം. എന്റെ സഹോദരനായ യാക്കോബിന് ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് നല്ല ഉത്തരവാദിത്വമുണ്ട്, അവൻ എന്റെ സഹോദരനാണ് എന്ന് ഞാൻ ഹല്ലേലൂയ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ അത് വെളിപ്പെട്ടു വരും. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞത് ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ജോയ് സിസ്റ്ററെ. പ്രൈസ് ഗോഡ്. എത്രയോ കുഞ്ഞുങ്ങള് ഈ ജൂൺ 1 ഒരു ബാഗ് ഇല്ലാതെ സ്കൂളിൽ പോകുവാൻ കഴിയാത്തവരായിട്ട്, ഈ മഴയത്ത് ഒരു കുടയില്ലാതെ സ്കൂളിൽ പോകുവാൻ കഴിയാത്തവരായിട്ട് ഹല്ലേലൂയ വിഷമിക്കുന്നുണ്ടായിരിക്കാം. അവരുടെ മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ടായിരിക്കാം, എന്നാൽ അവർക്കതിനുള്ള നിർവാഹമില്ല. നാം അത് അറിയാതെ പോകരുത്. നാം അത് തിരക്കുന്നവരായിരിക്കണം, ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. നമ്മുടെ സഭയിലുള്ളവരായാലും അയൽവക്കത്തുള്ളവരായാലും അറിയാവുന്നവരാരായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ദുഃഖങ്ങളിൽ, അവരുടെ ഇല്ലായ്മകളിൽ, അവരുടെ ദാരിദ്ര്യത്തിൽ നാം പങ്കുചേരുന്നവരായിരിക്കണം. അതാണ് യാക്കോബിനെ ഹല്ലേലൂയ എനിക്ക് അറിയാമെന്ന് പറയുവാൻ, അഭിമാനത്തോടെ പറയുവാൻ കഴിയുന്നത്. പ്രൈസ് ഗോഡ്. അങ്ങനെ ഒരു അവസരം ഈ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ജോയ് സിസ്റ്റർ അതിന് മുൻകൈ എടുക്കണം. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയുള്ള വിഷയത്തിൽ 2 or 3 കുഞ്ഞുങ്ങൾക്ക് അവരുടെ പഠനത്തിനുള്ള കിറ്റുകൾക്കുള്ള സകല ഹല്ലേലൂയ എക്സ്പെൻസും ഞാനത് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവരൊക്കെ ജോയ് സിസ്റ്ററിനെ ആ കാര്യങ്ങളിൽ സമീപിക്കണം. ഇത് നല്ലൊരു അവസരമാണ്. സ്കൂള് തുറക്കാൻ പോകുന്ന അവസരങ്ങളാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സന്മനസ്സുള്ളവരൊക്കെ അങ്ങനെ ചെയ്യണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അപ്പോ ഇതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെയാണെന്നുണ്ടെങ്കിൽ വിവാഹം ചെയ്ത് അയക്കുവാൻ നിർവാഹമില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, ഭവനം ഇടിഞ്ഞു വീണവരുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നാം ക്രിസ്തീയ വിശ്വാസത്തിൽ സന്തോഷം അനുഭവിക്കുന്നവരായി മാത്രം തീരരുത്. പലപ്പോഴും നമ്മളൊന്ന് ശക്തി പ്രാപിച്ച് തിരികെ വീട്ടിൽ വന്ന് നമ്മൾ സന്തോഷമായിട്ട് കഴിയുന്നവരാണ്. എന്നാൽ ചുറ്റുപാടിനെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ഒക്കെയും നമുക്കൊരു ഹല്ലേലൂയ സ്തോത്രം വിചാരമുണ്ടായിരിക്കണം. അതിനെക്കുറിച്ചൊരു കൺസേണും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, ക്രിസ്തുവിന് അവൻ ഡെവലോസ് ആയിരുന്നു, യാക്കോബിന് അവൻ സ്വന്തം സഹോദരനുമായിരുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ പെന്തക്കോസ്ത് ജീവിതം എങ്ങനെയുണ്ട് പ്രിയപ്പെട്ടവരെ? നാം കർത്താവിനെ നിർബന്ധത്താലാണോ ശുശ്രൂഷിക്കുന്നത്, സേവിക്കുന്നത്? അതോ സ്വമേധയാ ഒരടിമയായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഹല്ലേലൂയ അവന്റെ രഹസ്യങ്ങളുടെ കലവറകള് നാം അറിയുന്നവരായി ഹല്ലേലൂയ നിത്യതവരെയും നമ്മെ ഹല്ലേലൂയ പരിപാലിച്ച് അവനോടുകൂടെ ആ ബന്ധത്തിൽ ഏർപ്പെട്ട് ആ എഗ്രിമെന്റിൽ ഹല്ലേലൂയ ആ കവനന്റിൽ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് നിലനിന്ന് പോകുവാൻ തക്കവണ്ണം ഇടയായി തീരുമാറാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. അവസരം നൽകി തന്ന ജോയ് സിസ്റ്ററിനോടും മറ്റ് പ്രിയപ്പെട്ടവരോടും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു.